ഹലോ സുഹൃത്തുക്കളെ, പുതിയ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മള് സ്നേഹദൂത് ബ്രോസിലേക്ക് ഒരു അതിഥി വരെയാണ്. കുറെ നാളത്തെ ആഗ്രഹമാണ് ഈ വണ്ടി എടുക്കണം. അപ്പൊ നമുക്ക് ഉണ്ടായിരുന്നു ഈ വണ്ടി, പക്ഷെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം അതങ്ങ് കൊടുത്തായിരുന്നു. പിന്നെ 3 മാസത്തെ ഓടിയിട്ടുള്ളൂ. പിന്നെ നമ്മളത് വിചാരിച്ച് നമ്മൾ എടുക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെ വിചാരിച്ചാണ്. ഇപ്പം അതിന്റെ ഒരു ഇതങ്ങ് നല്ലൊരു വണ്ടി കിട്ടുകയും ചെയ്തു, അതുകൊണ്ട് അതങ്ങ് എടുക്കുകയും ചെയ്തു. വണ്ടി കിടന്ന തൊടുപുഴയായിരുന്നു, അതുകൊണ്ട് ഇന്നായത് അങ്ങ് പോയി എടുക്കാനാണ് വിചാരിച്ചത്. പിന്നെ മഴയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് പോകാനൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ബുധനാഴ്ച ഇന്നലെ തന്നെ വണ്ടി ഇങ്ങ് എടുത്തോണ്ട് ഇന്ന് വെളുപ്പാൻ രാവിലെ വണ്ടി വന്നു. വണ്ടി എടുക്കണ ടൈം 11നും 11:30ക്കും ഇടയ്ക്കാണ് സമയം നമ്മൾ നോക്കിയത്. അപ്പം വണ്ടി ഇപ്പൊ എത്തും. അപ്പുറത്ത് പെട്രോൾ അടിക്കാൻ പോയ ഡീസൽ അടിക്കാൻ പോയൊക്കെയാണ്. നമ്മളിതിന്റെ യാർഡിന്റെ അപ്പുറത്താണ് പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെയാണ് ഇപ്പൊ നമ്മളെ വണ്ടികൾ അടിക്കണം. അപ്പൊ അവിടെ കൊണ്ടുപോയിക്കാണ് വണ്ടി ഇപ്പം വരും, ഉടനെ വരും. വളരെ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മളെ കുറെ നാളത്തെ ഒരു ആഗ്രഹമാണല്ലേ ആശു. നമ്മൾ മാത്രമല്ല, എല്ലാവരും, നമ്മള് 4 പേര്. അപ്പൊ ഇനി വണ്ടി വന്നിട്ട് കാണാം, ഓക്കെ അല്ലേ? ഇന്ന് ലോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് നമ്മളെ മഴവില്ല് ലോഡ് കൊണ്ട് പോയി, അതുകൊണ്ട് ഇന്ന് വലിയ വണ്ടി വിളിച്ചേക്കാണ്, ബിലാൽ. ഇത് നമുക്ക് വല്ലപ്പുഴ പറഞ്ഞ വണ്ടിയാണ്. നമ്മളെ ബജരംഗ് ഉണ്ട്, പിന്നെ നമ്മളെ വല്യേട്ടുണ്ട്. വല്യേട്ടന് ലോഡില്ല. നമ്മളെ വല്യേട്ടൻ നിങ്ങൾ അങ്ങനെ ആരും കണ്ടിട്ടില്ലല്ലേ. റീലിലും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുള്ളൂ. ഇതാണ് നമ്മളെ വല്യേട്ടൻ എന്ന് പറഞ്ഞാൽ ഫാമിലിയിലെ ഫസ്റ്റ് വണ്ടിയാണ് ഈ വല്യേട്ടൻ. എല്ലാ ഐശ്വര്യങ്ങൾക്ക് എല്ലാം കാരണം എന്ന് പറഞ്ഞാൽ ഈ ആടന്നെ ഉണ്ടാകാൻ കാരണം ഇതാണ്. ഫസ്റ്റ് നമ്മളെ അച്ഛന് യാടൊന്നും ഇല്ലായിരുന്നു, വെളിപ്പണിയായിരുന്നു. വെളി മുറിച്ചേറ്റൊക്കെ നമ്മളെ പിക്കപ്പിന്റെ എല്ലാ സ്ഥാനത്തും ഈ വണ്ടിയായിരുന്നു. നമ്മളെ പിക്കപ്പ് കാണിക്കാൻ പറ്റില്ല, അത് കൊടുത്തായിരുന്നു. ഈ ആട് തുടങ്ങിയപ്പോൾ അതിന് ഓട്ടോ ഇല്ലാത്തപ്പം പിക്കപ്പ് നമ്മൾ കൊടുത്തായിരുന്നു. പിക്കപ്പിന് വെളിയിലെല്ലാം മുറിപ്പുണ്ടെങ്കിലല്ലേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് തന്നെ ആടി കിടന്നിട്ട് ആവശ്യമില്ല, അതങ്ങ് കൊടുത്ത്. പിന്നെ നമുക്ക് JCB ഉണ്ടായിരുന്നു, 4x4 JCB ഉണ്ടായിരുന്നു. അത് ഈ ആട് തുടങ്ങിക്കൊണ്ട് അതങ്ങ് കൊടുത്ത്. പിന്നെയാണ് നമ്മൾ ഇറ്റാച്ചിയൊക്കെ എടുക്കുക. അപ്പം ഇനി ഒരുപാട് സസ്പെൻസ് ഒന്നും ഇടുന്നില്ല, വണ്ടി കാണിക്കാം. ഇതാണ് നമ്മളെ പരമശിവ സ്നേഹദൂത് വണ്ടി. ഇതിനുണ്ട് ഇരിക്കല്ലേ. ഇനി നമ്മള് ചാവി അടിക്കണ 11:30. സമയമായില്ല, ഇപ്പം 11:15 ആയോ. അപ്പൊ വണ്ടി ഇതിനുണ്ട്. സെറ്റല്ലേ? അപ്പം ചാവി അടിച്ചിട്ട് അകത്തെല്ലാം കയറണുള്ളു. ചാവി അടിക്കാൻ സമയമായി വരുന്നു. 11:30 നമ്മളെ ഇൻസ്റ്റാഗ്രാമില് നമ്മളെ ഫോളോ ചെയ്തിട്ടുള്ളവരൊക്കെ അറിയാം, നമുക്ക് മുമ്പേ ഉണ്ടായിരുന്നു ഒരു SC. അത് ഒരുപാട് നാൾ നിന്നില്ല, പ്രോബ്ലങ്ങളൊക്കെ ആയപ്പോൾ അതങ്ങ് കൊടുത്തായിരുന്നു. പിന്നെ അതൊരു ഇതായി കിടക്കി. നമുക്കൊരു വണ്ടി എടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നേ. നമ്മള് വിചാരിച്ച എടുക്കൂലെന്നായിരുന്നു. പിന്നെ നമ്മള് വണ്ടിനെ കുറിച്ച് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. പിന്നെ പെട്ടെന്നൊന്നും ഒരു ചിന്തയൊന്നുമില്ല. ഓക്കെ അല്ലേ? വണ്ടി എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? തലപ്പൊക്ക നൈസല്ലേ? ഇത് ഒരു തടിക്കാരന്റെ ആന കിടക്കണതിന്റെ തുല്യമാണ് അല്ലേ? ഒരു അന്തസ്സാണ്, പൊളിയാണ്. ഒരു ആനയെ പോലെ ഇല്ലേ? ബേക്കിലൊരു ആനയാണ്, കാണിച്ചത്. പാമ്പാടി രാജൻ എങ്ങനെയുണ്ട്? അണ്ണൻ എന്തിനാണ് പറയാനുള്ളത്? ഹാപ്പിയാണ്, സെറ്റാണ്, സന്തോഷമായി. ഉണ്ടാവും പരമശിവ. ഇനി ചാവി അടിയുള്ള സമയം കാണാം. ഓക്കെ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ ഇറ്റാച്ചി കയറി ഫുള്ള് ചെളിയായി, വണ്ടിയൊന്നും ലോഡ് കയറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടി കുറേ വേസ്റ്റ് ലോഡുകൾ കൊണ്ട് ഇറക്കാൻ പോകും. അതിനുള്ള ലോഡ് വന്നായിരുന്നു. ഇവിടെ ഇറ്റാച്ചിയിൽ നികത്തിക്കൊണ്ടിരിക്കുന്ന ലോഡിട്ട് ഇങ്ങനെ വീടെല്ലാം പൊളിക്കണതിൻ്റെ എല്ലാം വേസ്റ്റുകളാണ് കൊണ്ടുവരുന്നത്. ഇവിടെ കുറേ ലോഡ് നമ്മൾ ഓൾറെഡി ഇറക്കിയാണ് കണ്ടത്, എന്നിട്ട് ഒരു രക്ഷയില്ല. മഴ പെയ്യുമ്പോൾ ഇതാണ് പ്രശ്നം. കുഴപ്പമെന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ പൂന്തി പോകും. പിന്നെ ലോഡ് കയറ്റി വണ്ടി പിന്നെ ഏറ്റണമെങ്കിൽ പിന്നെ ഇറ്റാച്ചും JCB തന്നെ വരണം.
ആണെങ്കിൽ ലഡുവും കൊണ്ടുവരെയാണ്. ചാവി അടിച്ചിട്ട് എല്ലാവരും കൊടുക്കാൻ. അതുകൊണ്ട് ഈ വണ്ടിയിലാണ് കൊണ്ടുവന്നത്, കർണനിൽ. അപ്പം തന്നെ നല്ല മഴക്കോളുണ്ട് കണ്ട. ഈ മഴ ചെയ്താൽ ഇതിനെക്കാട്ടി മോശമാവും. ഒന്നാമത്തെ കാര്യം ഫുൾ. അപ്പം സമയമായി ചായ പിടിക്കാം. ബൈക്ക് ഓഫായി. അപ്പം നമ്മളെ സ്നേഹതൂരിലെ എല്ലാ ആൾക്കാരെയും കൊണ്ടാണ് നമ്മൾ ചാവി അടിക്കാൻ പോകുന്നത്. എല്ലാവരും വരും. നമ്മളെ ടീംസ് എല്ലാവരും ഉണ്ട്. നമ്മളെ ടീംസ് എല്ലാവരും ഇവിടെ ഉണ്ട് കണ്ട. അപ്പൊ ചാവി അടിക്കാൻ സമയമായി. മഴ പെയ്യണം മുമ്പേ അങ്ങ് മേടിക്കാം, അല്ലെങ്കിൽ പിന്നെ മെനക്കേടാ. 11:30 ആയല്ലേ? ഓ മഴക്കോളുണ്ട്, കാണിച്ചോളൂ. ചായ അടിക്കാൻ സമയമായി. എല്ലാവരും ഓക്കെ. അപ്പം ഇതാണ് വണ്ടിയിലാകം. ഇന്ന് തന്നെയാണ് ഫസ്റ്റ് ലോഡ്. അപ്പോൾ ലോഡ് ഏരിയ കൊണ്ടുപോകുന്നത്. നല്ല മഴയുണ്ട്, നല്ല ഐശ്വര്യമുള്ള നല്ല മഴയൊക്കെ പെയ്യും. നല്ലടാ ചാവി അടിച്ചപ്പം തന്നെ നല്ല മഴയുണ്ട്. നല്ല അച്ഛനെ നമസ്കാരം. നമ്മളൊരു എസ് സി ലോറിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരു ആഗ്രഹമുള്ള ഒരു എസ് സി. ഇന്ന് ഫസ്റ്റ് ലോഡ് വയ്ക്കുക. ഓക്കെ, വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി അടിപൊളി. കണ്ട സ്റ്റീറിംഗ് അല്ലേ കണ്ടോ, പണ്ടത്തെ വണ്ടി കണ്ട്. ഇവിടെ ഫുള്ള് ഫുഡാണ്. കൊട്ടാരത്തിൻ്റെ അകത്തിരിക്കണം അവർ. നമ്മൾ വണ്ടിയുടെ മെയിൻ വീഡിയോ നമ്മൾ ചെയ്യും. വണ്ടിയെക്കുറിച്ച് എല്ലാം പറഞ്ഞുതരാം. ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യണേണ്. അല്ലേടാ അശു? ഓക്കെ. മഴ ഉണ്ടോ? മഴ തോന്നണേ, വീട് നല്ല ചെളിയാണ്. സെൽഫി വരും. ഫസ്റ്റ് ലോഡ് കയറ്റാൻ പോയത്. ഇപ്പം ചാവിയും പരിപാടിയൊക്കെ എല്ലാം കഴിഞ്ഞ് ലോഡ് അതിനെക്കാട്ടി ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പൊ പകുതിയായി. അപ്പം തുടങ്ങി മഴയാണ്, നേരത്തെ കാണിച്ചില്ല. ഇതുവരെ തീർന്നു. പെരുമഴ. ഇപ്പൊ ഫുള്ള് ചുറ്റുമായി. നേരത്തെ പറഞ്ഞില്ല, അതുപോലെ നല്ല ചെളിയായി. നമ്മളിപ്പോ ലോഡ് കയറ്റണം, അത് അങ്ങോട്ട് കാണിച്ചു തരുന്നത്. ചെളിയാണ് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റാച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിക്കണമെന്ന്. വീഡിയോ എടുക്കുമ്പോൾ ആമാമന്റെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് ചെല്ലാം. പചരംഗലിയില് പാതിയായി വേണ്ട.
ഇതിൽ നമ്മളെ ടീമാണ് സ്നേഹദൂതിന്റെ. അടുത്ത നമ്മളെ വണ്ടി ഇതോ കിടക്കുന്നു. ഇവിടെ ഫുള്ള് ചെളിയായി. അണ്ണൻ നേരത്തെ വീഴാൻ പോയി. ഈ മഴയായ തടിപ്പണിക്കാരുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്, വളരെ കഷ്ടമാണ്. മഴയത്ത് തടിയുടെ മണ്ടയിലെല്ലാം കയറി, വണ്ടിയുടെ മണ്ടയിലെല്ലാം കയറി ലോഡ് ചെയ്ത്. നമ്മളെ അച്ഛന് ഇത്രയും കഷ്ടപ്പെട്ടൊക്കെയാണ് ഇത്ര നിലയിലെത്തിയത്. പണ്ട് അച്ഛന് ഇതുപോലെയാണ്. അച്ഛനെ നട്ടിപ്പുറത്തിക്കണം എന്ന് പറഞ്ഞാൽ പേര് മഴയത്തൊക്കെ അച്ഛൻ വരണതാ 1 മണി ഉച്ചക്കാണ് വീട്ടിൽ കയറി വരണത്. പണ്ടൊക്കെ അത്രയും കഷ്ടപ്പെട്ടാണ് അച്ഛനെ നട്ടിപ്പുറത്തിക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും മേലിന്ന് തടിയുടെ മണ്ടയിൽ കയറി ലോഡ് ചെയ്തു. നമ്മളെ അച്ഛൻ സത്യം പറഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇത്ര ഒരു നിലയിലെത്തിയത്. നമ്മള് തള്ളണയൊന്നുമല്ല, റിയൽ ആണിത്. പണ്ട് ആ മസ്ത് മാത്രമേ ഉള്ളൂ, നേരത്തെ കാണിച്ചില്ല വല്യേട്ട, അത് മാത്രമേ ഉള്ളൂ. അത് വെച്ചാണ് അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വണ്ടികളുണ്ടായി. ആ വണ്ടി നമ്മൾ ഒരിക്കലും കൊടുക്കൂല, നമ്മള് സമ്മതിക്കൂല അച്ഛന്. അച്ഛനും കൊടുക്കൂല. അതിന് കുറച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് വണ്ടി, അല്ലേടാ? അതിന് ഒരുപാട് വൃത്തിയാക്കുന്നുണ്ട്. ക്യാബിനെല്ലാം ഒന്ന് സെറ്റ് ആക്കണം. എസ് ലോറി തടി കയറ്റാൻ പറ്റി നിൽക്കുകയാണ് അല്ലേ മഴയത്ത്. ഒരു ആന കിടക്കണ തുല്യമില്ല. ഓരോ വണ്ടി എടുക്കുമ്പോഴും നമുക്ക് സന്തോഷം വേറെയാണ്, ഹാപ്പിയാണ്. കൊടുക്കുമ്പോഴും വിഷമമൊക്കെ ഉണ്ടല്ലേ. മറ്റേ നമ്മൾ കൊടുക്കാൻ ഭയങ്കര വിഷമം വരുന്നില്ലേ. പക്ഷെ അത് അതിന്റെ നല്ല പണി കിട്ടിയത്. എടുത്ത അന്നോട്ട് പണിയാണ്. അത് നമ്മൾ സമയമൊന്നും നോക്കാതെയാണ് എടുത്ത, ചാടിക്കൂട്ടി അങ്ങ് എടുത്തതാണ് വണ്ടി. അത് പെട്ടെന്ന് പോയി അങ്ങ് പെട്ടെന്ന് അങ്ങ് എടുത്തു. 2 മാസം അത് നിന്നല്ലേ? 3 മാസം നിന്ന്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ മിന്നല് കണ്ടേ. അതിന്റെ വീഡിയോ നമ്മള് എടുക്കാന്ന് പറഞ്ഞാണ്. അത് നമ്മള് നിങ്ങൾക്ക് ഒരു തവണ കാണിച്ചു തരും. എടുക്കും, സമയം കിട്ടാക്കില്ല. നല്ല പണി, 10-20 വരെ പണി അത് ഒറ്റ ചെയ്യും. ഒരു കോലമായി വണ്ടി. ആ വണ്ടി എടുത്തിട്ട് എത്ര വർഷം വേടാ? ഒരു വർഷം ആവും. ഒരു വർഷം ആവുമെന്ന് തോന്നുന്നു. 1 വർഷം കഴിയും. കണ്ട രാജാവ് കിടക്കണ. ഒരു തടി സ്ഥാപനത്തില് ആവശ്യമുള്ള വണ്ടിയാണിത് അല്ലേ? സ്ഥാപനത്തില് ഒരു തടി കാറിന് ആവശ്യമുള്ള ഒരു വണ്ടിയാണ്. ഇന്ന് വണ്ടി എടുത്ത ദിവസമായിക്കൊണ്ടാണ് വണ്ടിയെ കുറിച്ച് അങ്ങനെ മെയിൻ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാത്തത്. നമ്മള് വണ്ടിയുടെ മെയിൻ വീഡിയോ ചെയ്യണേണ്, ഫുള്ള് ചെയ്യും. അത് അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളത്? ഇത് ഇനി വൈകിട്ട് ഇത് ലോഡ് ചെയ്തിട്ട് വൈകിട്ടാവും നേരെ പെരുമ്പാവൂര്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ.